സർപ്പാരാധനയിലേക്ക് വരികയാണ്. കാവാരാധനയാണ് ആദ്യം തുടങ്ങുന്ന കാവാരാധനയാണ്. വൈശ്യ, ശൂദ്ര എന്ന 4 ജാതി ഉണ്ട്. അത് മനുഷ്യരെ പോലെ തന്നെയാണ്. ശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന വാസുകി എന്ന സർപ്പം പെട്ടെന്ന് പത്തി താഴ്ത്തി. നാരദരുടെ പിന്തലമുറക്കാരാണ് വായിക്കുന്ന സ്ത്രീകൾ. അത് ബ്രാഹ്മണ സ്ത്രീയുമാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതാണ് വടക്കൻ മേഖലകളിൽ നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി പന്മന അരവിന്ദാക്ഷൻ ചേട്ടനാണ്. നാഗാരാധനയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിശ്വാസങ്ങളും സംശയങ്ങളും ഒക്കെ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പുള്ളുവ ശ്രേഷ്ഠനായ പന്മന അരവിന്ദാക്ഷൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ ഒരു പുസ്തകം തന്നെ ഈ പുള്ളുവൻ പാട്ട് അല്ലെങ്കിൽ പുള്ളുവ സമുദായത്തിന്റെ ആചാരങ്ങളെ പറ്റി അങ്ങ് ഇറക്കിയിട്ടുണ്ട്. പുല്ലോദ്ഭവസരായ പുള്ളുവരും പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ, ഇതാണ് ഈ പുസ്തകത്തിന്റെ പേര്. നാഗാരാധനയെ പറ്റി ഒട്ടനവധി തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പല ആളുകളും നാഗാരാധനയെ പറ്റി പല കാര്യങ്ങൾ മാറ്റിയും തിരിച്ചുമൊക്കെ ഇന്നത്തെ യൂട്യൂബിന്റെ കാലത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അതിൽ എന്തിനാണ് നാഗങ്ങളെ ആരാധിക്കുന്നത്? നാഗാരാധന എന്നത് കേരളത്തിന്റെ ഉത്ഭവത്തോളം തന്നെ പഴക്കം ഈ നാഗാരാധനയ്ക്കുണ്ട്. എന്നുവെച്ചാൽ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത് പരശുരാമനാണ് കേരളക്കരയിൽ സർപ്പക്ഷേത്രങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആചാരത്തിൽ അടിസ്ഥാനപരമായി പറയുമ്പോൾ പൂർവ്വ ആചാര്യന്മാർ ഞങ്ങൾക്ക് വാമൊഴിയായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയുണ്ട് ഇതിനകത്ത് തന്നെ. അതായത് സർപ്പങ്ങൾ ജനിച്ച് 1000 വർഷമാണ് സർപ്പങ്ങൾക്ക് ആയുസ്, അല്ലെ നാഗങ്ങൾക്ക് ആയുസ് 1000 വർഷമാണ്. അതിൽ 500 വർഷമാകുമ്പോൾ ബ്രഹ്മസ്വം എടുത്തിട്ടുള്ള സർപ്പങ്ങൾ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന 4 ജാതി ഉണ്ട്. അത് മനുഷ്യരെ പോലെ തന്നെയാണ്. അപ്പോൾ സർപ്പങ്ങളിൽ ബ്രാഹ്മണര്, അത് ബ്രഹ്മസ്വം ഞാൻ പറഞ്ഞ ബ്രാഹ്മണരായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമരായിട്ടുള്ള സർപ്പങ്ങൾ 500 വർഷം വരെ ജീവിക്കുമ്പോൾ അവരുടെ ശരീരം ഉടലെല്ലാം ചേർന്ന് ഈ കണ്ഠഭാഗത്തെത്തിയിട്ട് അത് ചിറകായിട്ട് രൂപപ്പെടും. ചിറകായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അത് ദേവനിലേക്ക് ലയിക്കുകയാണ്. ആത്മാവിനെ ദേവനിലേക്ക് ലയിപ്പിക്കുവാൻ പറന്നുയരുകയാണ്. അപ്പം പറന്ന് മേൽപോട്ട് ഉയരുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റിട്ട് അല്ലെങ്കിൽ ആ ചൂട് ഏറ്റിട്ട് ആ ചിറകുകൾ ശരീരവും കരിഞ്ഞ് ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ദേവനിലേക്ക് ലയിക്കുകയും ആ ഭസ്മം, ആ കത്തി എരിയുന്ന ആ ഭസ്മം ഭൂമിയിലേക്ക് തിരിച്ച് ധൂളികളായി പല ദിക്കിലായിട്ട് വീഴുന്നുണ്ട്. അങ്ങനെ വീണിട്ടുള്ള 8 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും ഈ സർപ്പങ്ങളുടെ ഉത്ഭവമായിട്ട് കാവായിട്ടാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഇത് പുരാതന കാലത്ത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന പറയുന്ന കഥയാണ്. ഇത് ഞങ്ങളുടെ ആചാര്യന്മാർ ഞങ്ങളിൽ വാമൊഴിയായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പാട്ടിലുമുണ്ട്, ഞങ്ങളുടെ വാമൊഴി പാട്ടിലും അത് പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭൂമിയിൽ കുടികൊള്ളുന്ന സർപ്പങ്ങളെന്ന് പറയുന്നത് ഉത്തമരാണ്. അപ്പോൾ അവിടെ ആദ്യം ആരാധന വരുന്നത് കാവുകളെയാണ്. അപ്പം പാല, ആല്, പിന്നെ അങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം, പാൽ വൃക്ഷാദികളെല്ലാം ഉത്ഭവിക്കുന്നത് ആദ്യം ഈ സർപ്പങ്ങളുടെ ഭസ്മം ധൂളി വീഴുന്നിടത്താണ്. അപ്പോൾ ആ കാവ് ആരാധന മുതലാണ് സർപ്പ ആരാധന ആരംഭിക്കുന്നത് തന്നെ. പിന്നീടാണ് സർപ്പങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പരശുരാമൻ തന്നെ ഭൂമിയിലേക്ക് അവതരിച്ചെന്നും ഭൂമിയുടെ 8 സ്ഥാനത്ത് സർപ്പങ്ങളെ കുറിച്ച്, അതായത് ആദിമൂലം, വെട്ടിക്കോട്, മണ്ണാർശാല, പാമ്പുമ്മേക്കാവ്, ആമേട, നാഗൻകുളങ്ങര, അമയന്നൂർ, വേളൂർ വട്ടം, ആഴ്വാഞ്ചേരി എന്നിങ്ങനെ 8 ക്ഷേത്രങ്ങൾ ഭൂമിയിൽ പരശുരാമൻ തന്നെ നിർമ്മിച്ചു, പരശുരാമനാൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു. എന്നിട്ടിത് ഭൂമി ബ്രാഹ്മണരുടേതാണ്, അപ്പം ബ്രാഹ്മണർക്കായി ദാനം നൽകി എന്നുള്ളതാണ് ഈ ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പോൾ ആരാധന തുടങ്ങുന്നത് നാഗാരാധന എന്ന് പറയുന്ന കാവ് ആരാധന മുതൽ തുടങ്ങി സർപ്പാരാധനയിലേക്ക് വരികയാണ്. കാവാരാധനയാണ് ആദ്യം തുടങ്ങുന്ന കാവാരാധനയാണ്. അപ്പം അങ്ങനെ സർപ്പാരാധനയിൽ വരുമ്പോഴാണ്
ഉത്തമർക്ക് സ്ഥാനം, ബ്രാഹ്മണർക്ക് മുൻതൂക്കമുണ്ട്, അവർക്ക് പ്രതിഷ്ഠിക്കുക. എന്നാൽ അവർക്കത് പ്രതിഷ്ഠിക്കണമെങ്കിൽ പോലും ഈ ദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ പിന്നെ പാണി വെക്കുക എന്ന് പറയും. എന്നുവെച്ചാൽ ആത്മാവിനെ മരപ്പാണിയിലൂടെ ആത്മാവിനെ ആവാഹിച്ച് ബ്രാഹ്മണനിലേക്ക് കൊടുക്കുന്നു, തന്ത്രിയിലേക്ക് കൊടുക്കുന്നു, തന്ത്രി അത് വിഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നത് പോണക്ക് തന്നെയാണ് പുള്ളുവര് പാടി വരുത്തുകയാണ്. പുള്ളുവർ അവരെ സ്തുതിച്ച്, അപ്പോൾ അതിനായിട്ട് വാദ്യങ്ങൾ ഉപയോഗിച്ച്, അത് വീണ, കുടം, കൈവിണി എന്നുള്ള ത്രിഗുണ വാദ്യങ്ങൾ ഉപയോഗിച്ച് സ്തുതിച്ചിട്ട് സർപ്പങ്ങളെ വരുത്തുക. സർപ്പങ്ങളെ വരുത്തുമ്പോൾ അവർക്ക് പൂജ നൽകുന്നതാണ് കേരളത്തിലെ ആചാരമായി ബ്രാഹ്മണർ ചെയ്തു വരുന്നത്. എന്നാൽ ഈ ബ്രാഹ്മണ കർമ്മങ്ങൾ കൊണ്ട് തന്നെ സർപ്പങ്ങൾ തൃപ്തരല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് സർപ്പങ്ങൾ ക്ഷുഭിതരാകുന്നത്. അപ്പോൾ അവരെ ക്ഷുഭിതരാകുമ്പോൾ അത് ലോകത്തിന് മൊത്തം, കൈലാസത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് മൊത്തം, അത് പ്രപഞ്ചത്തിന് മൊത്തം അതൊരു പിന്നെ ചലനമായി വരും. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ദേവലോകത്ത് ചിന്തിക്കും, സർപ്പങ്ങളെ ബ്രാഹ്മണർക്ക് തന്നെ പൂജ കൊണ്ട് പറ്റുന്നില്ല, അവർക്ക് ഇതിൻ്റെ ശാപങ്ങളും ദോഷങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഭൂമിയിലെ സർപ്പങ്ങളുടെ ദോഷങ്ങളെ ഒഴിക്കുന്നതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ ഇങ്ങനെ ത്രിമൂർത്തികളുടെ ചിന്തനത്തിൽ, അവരുടെ ആലോചനയിൽ ആ സമയത്ത് നാരദര് ആ സഭയിലേക്ക് വരികയാണ്. അപ്പം നാരദരുടെ ആഗമനത്തിൽ അദ്ദേഹം വരുമ്പോൾ ഈ കയ്യിലുള്ള വാദ്യത്തിൽ ഇങ്ങനെ മുട്ടിയാണല്ലോ വരുന്നത്. അപ്പം ശിവനും എല്ലാം സർപ്പ ആഭരണഭൂഷിതരായാണല്ലോ ഇരിക്കുന്നത്. മഹാവിഷ്ണു സർപ്പത്തിലാണ് ശയിക്കുന്നത്, മഹാദേവന്റെ കഴുത്തിലുണ്ട് ആഭരണം. അപ്പം അങ്ങനെ ആ നാരദരുടെ ആ ആഗമനത്തിൽ, ആ ശബ്ദത്തിൽ, ഇപ്പം സർപ്പങ്ങൾക്ക് എന്താണ്, സർപ്പങ്ങളെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന്, അവരുടെ ക്ഷുഭിത എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആ സഭയിലേക്കാണ് നാരദരുടെ വരവ്. അപ്പോഴാണ് ഈ ആ ശബ്ദം, കയ്യിലിരുന്ന വാദ്യത്തിൻ്റെ ശബ്ദം കൊണ്ട് ശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന വാസുകി എന്ന സർപ്പം പെട്ടെന്ന് പത്തി താഴ്ത്തി, പത്തി ഇങ്ങനെ വീണു. അപ്പം പറഞ്ഞു, ലോകൈ ഉദന്ത പ്രസിദ്ധ നിൻ പാണിയിൽ വിളങ്ങും ഒരു വാദ്യഗാനാൽ മൽഭൂഷണോ ഭണിഭണങ്ങളെല്ലാം ക്ഷണേന വീണായതുകൊണ്ട് വീണ എന്ന് അതിന് പേര് കൽപ്പിക്കുന്നുവെന്ന് നാരദരുടെ കയ്യിലിരുന്ന വാദ്യത്തിന്. അങ്ങനെയാണ് അതിന് വീണ എന്ന പേര് മഹാദേവനാണ് കൽപ്പിക്കുന്നത്. അപ്പം ഈ വീണ ഉപയോഗിച്ചാൽ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുകയും അവരുടെ ആ ക്ഷുഭിതം, അപ്പം ക്ഷണേന പെട്ടെന്ന് വീണതുകൊണ്ട് അപ്പം അവർ പത്തി താഴ്ത്തി. അപ്പം അവരുടെ ശൗര്യം ശമിക്കാൻ ഉതകുന്ന ഒരു വാദ്യമാണ് വീണ എന്ന് മഹാദേവനാണ് പറയുന്നത്. അപ്പോൾ ഈ നാരദരുടെ വാദ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നാരദരുടെ ഒരു വംശജനായിട്ട് ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട പുല്ലുകൊണ്ട്, ദർഭപുല്ലുകളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പുല്ലോത്ഭൗസ്യർ എന്ന് പറയുന്നവരായിരുന്നു ആദ്യം. അതാണിപ്പം ലോപിച്ചത് പുള്ളുവർ എന്നാകുന്നത്. നാരദരുടെ പിൻതലമുറയാണ്. നാരദരുടെ പിൻതലമുറക്കാരാണ്. ഒരു പുതിയ അറിവാണ് എനിക്ക്. അതുകൊണ്ടാണ് ഭൂമിയിലെ ഈ വീണ വായിച്ചുകൊണ്ട് പുള്ളുവന്മാരും കുടം വായിക്കുന്ന സ്ത്രീകൾ, അത് ബ്രാഹ്മണ സ്ത്രീയുമാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതാണ് വടക്കൻ മേഖലകളിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. കുടം അവരാണ് കൊട്ടുന്നത്, മൺകുടം. അത് ബ്രാഹ്മണരാണോ? ബ്രാഹ്മണ വംശത്തിലുള്ളതാണ് ആ സ്ത്രീ. അതാണ് പുള്ളോത്തിയാകുന്നത്. കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കാണ്ഡിവവനം എന്ന് വെച്ചാൽ കഥകളിൽ പറയപ്പെടുന്ന, ചരിത്രങ്ങളിൽ പറയപ്പെടുന്ന വനം കത്തി നശിക്കുമ്പോൾ, അതായത് യജ്ഞം നടക്കുന്ന സമയത്ത് ആ യജ്ഞത്തിൽ കാണ്ഡിവവനം ദഹിക്കുമ്പോൾ അതിനകത്ത് സർപ്പങ്ങൾ എല്ലാം അകപ്പെടുക. അപ്പോൾ അങ്ങനെ അകപ്പെട്ട് മരിച്ച് കരിഞ്ഞും കരിയാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീ ഇല്ലത്ത് നിന്ന് പിന്നെ അന്നൊക്കെ കുളമാണല്ലോ, കുളത്തിൽ വെള്ളം കോരാനായിട്ട് കുടവുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ വനത്തിന് തീ പിടിച്ചിട്ട് സർപ്പങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നു, പകുതി വെന്തും പകുതി വേകാതെയും ഒക്കെ ഓടി നടക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പം ഒരു വിഷമം തോന്നി ആ ബ്രാഹ്മണ സ്ത്രീക്ക്. അപ്പോൾ ഇവർ ഓടിച്ചെന്നിട്ട് ആദ്യം കുടത്തിൽ നിന്ന് കോരിയെടുത്ത വെള്ളം കൊണ്ടുവന്ന് ഇവർ കാട്ടിലേക്ക് ഒഴിക്കുകയും ഇവരുടെ ദേഹത്തൊഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ട് പോരാ, അനേകം സർപ്പങ്ങൾ ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇതിനെ എല്ലാത്തിനും കൂടെ കുറേ എണ്ണത്തിനെ വാരി കുടത്തിനകത്തിട്ടിട്ട് കൊണ്ടുവന്ന് ജലത്തിൽ മുക്കി പിടിച്ചു. മുക്കി ഇങ്ങനെ വെച്ചപ്പോൾ
അത് കുറെ ജലം അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ അതുങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ രക്ഷപ്പെട്ട് ഓടി കരയ്ക്ക് കയറി പോയതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം, അതാണ് സർപ്പം എന്ന് പറയുന്ന, അതാണ്. മറ്റേതെല്ലാം നാഗങ്ങളാണ്. സർപ്പം എന്ന് പറയുന്ന അതാണ്. ആ സർപ്പം മനുഷ്യരൂപത്തിൽ തന്നെ പ്രത്യക്ഷമായിട്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നീ എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ ഈ ദുർഘടത്തിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് നീ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ നിന്റെ മുന്നിൽ പ്രത്യക്ഷരാകും. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഞങ്ങൾ സാധിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ രൂപം മറയുകയാണ്. അപ്പം ബാക്കി ചത്ത് കുടത്തിൽ കിടന്നതിനെയും കൊണ്ട് ഈ ബ്രാഹ്മണ സ്ത്രീ മഠത്തിലേക്ക് ചെല്ലുകയാണ്, ഇല്ലത്തിലേക്ക് ചെല്ലുക. അപ്പോൾ അന്നൊക്കെ ഇല്ലത്തൊക്കെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ച സ്ത്രീ ഇതുകൊണ്ട് ചെല്ലുന്നത്. പക്ഷേ ചെന്നപ്പോൾ മഠത്തിലെ ആചാര്യൻ, ബ്രാഹ്മണ കുടുംബനാഥൻ, അദ്ദേഹം ചോദിച്ച എന്താണിത്, കുടത്തിൽ എന്താണ്? അത് ഇതുപോലെ അവിടെ വനത്തിന് തീ പിടിച്ചപ്പോൾ അവിടെ വെന്ത് നശിച്ചതാണ്, ഞാനതിനെ ഇല്ലത്ത് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചത്ത ശവം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുവന്ന് മുറ്റത്ത് തുളസിത്തറയിൽ കമത്തി വെച്ചു. ഇത് കമത്തി അവിടെ അങ്ങ് വെച്ചിട്ട് ആ ഇല്ലത്തോട്ട് കയറി പറഞ്ഞു, അതെന്താ നീ അവിടെ കമത്തി വെച്ചാൽ? അത് ഇന്നതുപോലെയാണ്, മരിച്ച സർപ്പങ്ങളെയാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു, കമത്തിയെന്ന് പറഞ്ഞു. അത് മരിച്ചതിനെ എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് ഈ സ്ത്രീയെ ബ്രാഹ്മണര് പടിയടച്ച് പിണ്ടം വെക്കുകയാണ്. നീ പുറത്തു പോകാൻ പറയും, ഇനി നിനക്ക് ബ്രാഹ്മണരുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വെച്ചകൂടി എടുത്തോണ്ട് വേണം പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്ന് എടുത്തപ്പോഴത്തേക്ക് ഒരു ചിത്രകൂടമായിട്ട് അതങ്ങ് രൂപപ്പെട്ടു. അതാണ് ഇപ്പൊ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രകൂടം. അങ്ങേറ്റം എൻ്റെ സങ്കല്പം അതാണ്. ആ ചിത്രകൂടമായിട്ട് ഇതങ്ങ് സങ്കല്പിച്ച് അതിനകത്ത് അങ്ങ് പുറ്റ് കയറി. അപ്പോൾ ആ കുടം മാത്രം കയ്യിൽ കിട്ടി. ആ കുടം ഇന്നെടുത്ത് അതിൻ്റെ അടിയിലൊരു ചിത്രകൂടം പോലെ ഇതങ്ങ് രൂപപ്പെട്ടു. അപ്പോഴേ കുടം എടുത്തുകൊണ്ട് വേദനയോടുകൂടി ഇറങ്ങുമ്പോൾ വീണ്ടും ആ സർപ്പ രാജാവായിരിക്കുന്ന അദ്ദേഹം പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നീ ഈ കുടത്തെ മുട്ടി എപ്പോൾ വിളിച്ചാലും നിന്റെ അന്നത്തിനുള്ള വക നിനക്ക് ഞങ്ങൾ തരും. അതുപോലെ നിന്റെ വംശം നിലനിർത്തുവാൻ നിനക്ക് ഇതുപോലെ പുല്ലോത്ഭവസരായിട്ട് ജനിക്കുന്ന പുള്ളുവൻ നിന്നോടൊപ്പം കൂടി നിന്റെ വംശജരായിട്ട് നിനക്ക് പിൽക്കാലം വരെ നിന്റെ തലമുറയ്ക്ക് ജീവിക്കാം, നീ സങ്കടപ്പെടാതെ ഞങ്ങളെ വിളിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഒരു വരം ഈ ബ്രാഹ്മണ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്ത്രീ ആ കുടവും കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ രൂപാന്തരപ്പെടുത്തിയാണ് ഇപ്പോൾ കാണുന്ന ഈ തോലും ചരടും ഒക്കെ ഇട്ട് അതിനെ ഭേദഗതി വരുത്തിയാണ് വായിക്കുന്നത്. മറ്റേതാതെ അതും കൊണ്ട് പോയി മുട്ടിയാൽ വരുമെന്നാണ്, സർപ്പങ്ങൾ പ്രത്യക്ഷരാകും, തൃപ്തരാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് വടക്കൻ മേഖലകളിലെ സ്ത്രീകൾക്ക്, എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് പ്രാധാന്യം, പുള്ളോ സ്ത്രീകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പം ഈ നാരദ വംശജരായിരിക്കുന്ന പുള്ളുവനും ബ്രാഹ്മണ സ്ത്രീയാകുന്ന പുള്ളുവത്തി, ഇത് രണ്ടും കൂടി യോജിച്ചിട്ടാണ് ഈ പുല്ലോത്ഭവസരായിട്ട് ഇപ്പോൾ കാണുന്ന ഈ തലമുറകളായ ഞങ്ങളെയൊക്കെ പോലുള്ള പുള്ളുവരുടെ ഉത്ഭവം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ആചാര്യന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ചരിത്രങ്ങളും അതാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. ഇത് ഞങ്ങൾക്ക് ചില ആചാരങ്ങൾ, ക്രമങ്ങൾ, സർപ്പങ്ങളെ ആരാധിക്കുന്നതിന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ബ്രാഹ്മണരുടെ കർമ്മം പോലെയല്ല. ബ്രാഹ്മണർക്ക് പോലും, ബ്രാഹ്മണ കുടുംബത്തിൽ പോലും സർപ്പപ്രീതിക്ക് വേണ്ടിയിട്ട് പുല്ലോത്ഭവസരല്ലേ പുള്ളുവര് ചെന്ന് കുടം, വീണ മുതലായത് ഉപയോഗിച്ച് പാടണം, അവരെ സന്തോഷിപ്പിക്കണം. അവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവർ പറയുന്ന കർമ്മങ്ങൾക്ക് അവർക്ക് അനുകൂലരായിട്ട് സർപ്പങ്ങൾ നിൽക്കും. അപ്പം അതിനാണ് പ്രതിഷ്ഠിച്ചാലും പുള്ളുവര് വേണം. കാവ് മാറ്റുന്നതിനും പുള്ളുവരെ വിളിച്ച് അവർക്ക് അവകാശം കൊടുത്തിട്ടേ കാവ് മാറ്റാവൂ എന്ന് പറയും. അവരുടെ അനുമതി മേടിക്കണം, എന്നിട്ട് ആ കാവിനെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചില ഐതിഹ്യങ്ങൾ ഇതിനകത്ത് പറയപ്പെടുന്നു. ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആരാധനാക്രമത്തിൽ പഞ്ചഭൂത സങ്കല്പമാകുന്ന പഞ്ചവർണ്ണപ്പൊടികൾ, അരിപ്പൊടി, മഞ്ഞപ്പൊടി, ഓടുപൊടി, ഉമിക്കരി, അരിപ്പൊടി മുതലായ വസ്തുക്കൾ കൊണ്ട്, 5 വസ്തുക്കൾ കൊണ്ട് സർപ്പങ്ങളുടെ രൂപം വരയ്ക്കാൻ, സർപ്പങ്ങളുടെ രൂപം വരച്ചിട്ട് അതിൽ നാഗങ്ങളുടെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആത്മാവിനെ ആ കളത്തിങ്കൽ ആവാഹിക്കുക, പൂജ കഴിക്കുക, ആവാഹിക്കുക. അതിന് പഞ്ചാലങ്കാര പൂജ എന്നാണ് പറയുന്നത്. സർപ്പക്കളം വരച്ചിട്ട് ചുറ്റിനും വിളക്ക് ഒരുക്കുകളും എല്ലാം കണക്കുകളുണ്ട്. ആ കണക്കുകളിൽ ഒരുക്കുകളെല്ലാം വെച്ചിട്ട് സർപ്പത്തിങ്ക ഈ രൂപത്തിലേക്ക്
ആ ദേവ ചൈതന്യത്തെ ആവാഹിച്ച്, ഞങ്ങളുടെ പുള്ളുവൻ്റെ ആചാര്യൻ തന്നെയാണ് അത് ചെയ്യുന്നത്, തെക്കൻ മേഖലകളിലെല്ലാം. അതിനെ ആവാഹിച്ച് ആ പന്തലിൽ അല്ലെങ്കിൽ ആ സർപ്പന്തുള്ള നടത്തുന്ന യജ്ഞശാലയിൽ ഭഗവാന്റെ ആ കളത്തിനകത്ത് ദേവന്റെ ആത്മാവിനെ ചൈതന്യമാക്കി വെച്ചിട്ടാണ് പിന്നെയാണ് പൂജയിൽ 100 പാലും പാട്ടും ഒക്കെ നടത്തുന്നത്.